വേടനെതിരെ വലിയൊരു അക്രമം അഴിച്ചു വിടുക, വേടനെതിരെ സംസാരിക്കാനായിട്ട് 4 പെൺകുട്ടികളെ കൊണ്ടുവരിക. ആദ്യം ഒരാൾ വന്നു, പിന്നീട് രണ്ടാമതൊരാൾ വന്നു, പിന്നീട് 2 പേർ ഒരുമിച്ച് വന്നു. ഈ കോംബോ ഓഫറിൽ വേടൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പല സൈഡിൽ നിന്ന് പല ആളുകളെ ഈ പറയുന്ന സംഘികൾ ഇറക്കി. ഈ സംഘികളെന്ന് എനിക്ക് തുറന്നു പറയാൻ ഒരു മടിയില്ല, കാരണം അവർ തന്നെയാണ് ഇതിന്റെ മുന്നിൽ ചുക്കാൻ പിടിച്ച് നിന്നതെന്നുള്ള എല്ലാവർക്കും അറിയാം അല്ലേ. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് RSS മുഖപത്രമായിട്ടുള്ള കേസരിയുടെ മുഖ്യപത്രാധിപനായിട്ടുള്ള NR മധു സംഘവും വന്നിട്ട് പറഞ്ഞത് വേടനെതിരെ ഇനിയും കൂടുതൽ പരാമർശങ്ങൾ വരാം, കൂടുതൽ ഇരകൾ രംഗത്തേക്ക് വരാം, വേടനെ പിടിച്ച് അകത്തിടണം. നമ്മുടെ ഈ നാട്ടിലെ നിയമ സംവിധാന വ്യവസ്ഥ ഇത്രയും കഴിവ് കെട്ടതാണോ, ഒരു പീഡനവീരനെ സംരക്ഷിക്കുന്നതാണോ നമ്മുടെ ഇടതുപക്ഷ സർക്കാരിന്റെ നയം എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഇവർ വന്നത്. എന്ത് യോഗ്യതയാണോ നിനക്ക് ചോദിക്കാനുള്ളത്? ഇപ്പൊ കോടതി വിധി വന്നിട്ടുണ്ട്, ഞങ്ങൾ കോടതി വിധിയെ മാത്രമേ നോക്കുള്ളൂ. ഈ ചാണകം തീനികളുടെ കാര്യങ്ങളൊന്നും ഞങ്ങൾ ആരും നോക്കാറില്ല, കേരളത്തിൽ ഒരു ജനങ്ങളും നോക്കാറില്ല. ഇനി നീയൊക്കെ എന്തെങ്കിലും പൊക്കിക്കൊണ്ട് വന്നാലും ഈ ഒരു മുടി അങ്ങ് പൊഴിഞ്ഞു പോകുന്ന പോലെ നമ്മൾ വിചാരിക്കുകയുള്ളൂ. വേടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അന്ന് മുതൽ ഇന്ന് വരെയും എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും പറയുന്നതുകൊണ്ട് നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ ആ വേടൻ തെറ്റ് ചെയ്തതാണോ എന്ന് വേടൻ തന്നെ പറഞ്ഞിട്ടാണ് വേടൻ ഒളിവിലേക്ക്